ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന കൺസ്യൂമേഴ്സിന് പലതരം ബ്രാൻഡുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസിന് വലിയ തോതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഥവാ നമ്മളൊരു ബ്രാൻഡിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിന്റെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് അവരുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ആകുന്നത് വരെയുള്ള ജേർണി. ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക എന്നൊരു ചാനൽ എന്നതിനപ്പുറത്തേക്ക് നമ്മളെ പോലുള്ളവരെ വല വീശി എറിഞ്ഞ് പിടിക്കുന്ന ഒരു പവർഫുൾ മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, പർച്ചേസിങ് ബിഹേവിയർ പോലുള്ള കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സൈക്കോളജിക്കൽ ട്രിഗേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നല്ല അടിപൊളി കോപ്പീസും ഐ കാച്ചിങ് വിഷ്വൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ് ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് ഡിജിറ്റൽ എറയിലേക്ക് വരുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഡെമോഗ്രാഫിക്സും സൈക്കോഗ്രാഫിക്സും എല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ മാർക്കറ്റിംഗ് രീതികളാണ് കണ്ടുവരുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു റിയൽ ടൈം ഇൻട്രാക്ഷൻസും ഫീഡ്ബാക്കും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഒരു ഫാസ്റ്റ് പ്രൊപ്പഗേഷൻ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി പഠിച്ചു വന്ന് ഒരു ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യുക എന്നത് മാത്രമല്ല, അതിലുപരി ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നിങ്ങളുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ആൻഡ് ഇതുപോലുള്ള ടാക്ടിക്സുകൾ സോഷ്യൽ കമ്പാരിസൺ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് പോലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഇമോഷണൽ വൾണറബിലിറ്റീസിനെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നൗൺസ്ഡ് ബാലൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ പ്രിഫറൻസോ വാല്യൂ അല്ലെങ്കിൽ അവരുടെ ചോയ്സ് യാതൊരു വിധത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ഓർ മാനിപ്പുലേഷൻ ചെയ്യാതെ തന്നെ അവർക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ്, ഇതിന് നമുക്ക് കസ്റ്റമർ ഓട്ടോണമി എന്ന് വിളിക്കാം. ആൻഡ് ഈ കസ്റ്റമർ ഓട്ടോണമിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ടാക്ടിക്സുകളും പ്രിൻസിപ്പിളും ഈ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറും ബ്രാൻഡും തമ്മിൽ ഒരു ട്രസ്റ്റ് ബേസ്ഡ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഫ്രെയിം വർക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതും ഡിസ്കസ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം, ഫസ്റ്റ് വൺ, ദി റോൾ ഓഫ് സോഷ്യൽ മീഡിയ ഇൻ കൺസ്യൂമർ ബിഹേവിയർ. കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ മാത്രമല്ല ഒരു യൂസറിന് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടിയുള്ള ഒരു എക്കോസിസ്റ്റം കൂടിയാണ് സോഷ്യൽ മീഡിയ എന്നതിൽ നമുക്ക് ആർക്കൊരു സംശയമില്ല. എന്നാൽ പലതരം ഇൻഫോർമേഷൻ്റെയും ഫീഡ്ബാക്കുകളുടെയും സോഷ്യൽ വാലിഡേഷൻ്റെയും കൂടെ ഒരു ലോകമാണെന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് നമ്മളുടെ ഫണ്ടമെൻ്റൽ നീഡുകളായിട്ടുള്ള സെൽഫ് എക്സ്പ്രഷൻ, സെൽഫ് എസ്റ്റീം, സെൻസ് ഓഫ് ബിലോങ്ങിങ് പോലുള്ള കാര്യങ്ങളെ കൃത്യമായി പഠിച്ചിട്ടാണ് ഈ പറയുന്ന മാർക്കറ്റിംഗ് ടാക്ടിക്സുകളെല്ലാം പ്രയോഗിക്കപ്പെടുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് ഫണൽസ് ആയിട്ടുള്ള അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസിഷൻസ്, അതായത് ഒരു കസ്റ്റമർ പ്രോഡക്റ്റിനെ ശ്രദ്ധിച്ച് തുടങ്ങുന്നത് മുതൽ അത് വാങ്ങുന്നത് വരെയുള്ള സ്റ്റേജസ് എപ്പോഴും റിയൽ ടൈമിനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ കാര്യങ്ങൾ അത്യാവശ്യം സമയം എടുക്കുന്ന അർത്ഥം. പക്ഷേ അത് ഡിജിറ്റൽ സ്റ്റേജിലേക്ക്, ഈ സോഷ്യൽ മീഡിയ സ്പേസിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ ഫിഗറിന് ഒരൊറ്റ പോസ്റ്റ് മതി, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള കോമൻസ് മതി നമ്മളൊരു കസ്റ്റമറിന് ഡിസിഷൻ എടുക്കാനും വിത്തിൻ സെക്കൻഡ്സ് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട്. അതായത് ഇമ്മീഡിയറ്റ് കസ്റ്റമർ ആക്ഷൻസ് അവിടെ സംഭവിക്കുന്നു. അതുപോലെ ഡിജിറ്റൽ ഫസ്റ്റ് അഡ്വർടൈസിങ് വന്നതിന് ശേഷം ചെറുകിട ബ്രാൻഡുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും എൻഗേജിങ്ങും ഷെയറബിളുമായിട്ടുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വൻകിട ബ്രാൻഡുകളുമായി കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഡെമോക്രാറ്റൈസിങ് മാർക്കറ്റിംഗ് സ്പേസ് ഇപ്പോൾ നിലവിലുണ്ട്. ആൻഡ് ഇവിടെയാണ് മാർക്കറ്റിങ്ങിൻ്റെ സൈക്കോളജിയെ കുറിച്ചുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്രസക്തി. ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ചെറിയ ചെറിയ മീമുകളും ഷോർട്ട് വീഡിയോസും പെട്ടെന്ന് വൈറലാവുകയും അതേ സ്ഥാനത്ത് തന്നെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള വലിയ ബ്രാൻഡുകളുടെ ക്യാമ്പയിൻസുകൾക്ക് വേണ്ട വിധത്തിൽ സക്സസ്ഫുൾ ആവാതെ പോകുന്ന ഒരു സിറ്റുവേഷനും. ബട്ട് വൈ? ബിക്കോസ് ഒരു മെസ്സേജ് ഒരു ഗ്രൂപ്പ് ഓഫ് മാസിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡ്രൈവേഴ്സ് കൃത്യമായി അലൈൻഡ് ആവേണ്ടതുണ്ട്. ആൻഡ് എന്തൊക്കെയാണ് ആ കോർ ഡ്രൈവേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്പർ 2, കോർ സൈക്കോളജിക്കൽ ഡ്രൈവേഴ്സ്. നമ്മളെല്ലാവരും ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും നമ്മുടെ ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ്. ആൻഡ് ഈ പറയുന്ന യൂണിവേഴ്സൽ പ്രോസസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയാസ് അവരുടെ സ്ട്രാറ്റജീസിനെ ഫ്രെയിംവർക്ക് ചെയ്തിട്ടുള്ളത്. നമ്പർ 3, ക്യൂരിയോസിറ്റി ആൻഡ് നോവൽറ്റി. പുതിയ കാര്യങ്ങൾ അറിയാനും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒരു ഏർജ് ഉള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവമാണ്. ആൻഡ് എൻഡ്ലെസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ സ്ക്രോളുകൾ പുതുമയുള്ള കോണ്ടന്റുകൾ സീക്ക് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു.
ആൻഡ് ഇതറിയുന്ന മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല അടിപൊളി കോപ്പീസും ആഡ് കോപ്പീസും ഹെഡ്ലൈൻസും ടൈറ്റിൽസും എല്ലാം കൊടുത്തിട്ട് കോണ്ടന്റുകളുടെ ടീസറുകൾ, സ്നിപ്പെറ്റ്സ്, പിന്നെ ട്രെയിലറുകൾ, BTS ഇതെല്ലാം നമ്മുടെ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മൾക്ക് എന്താ പറയുക, ആ സംഭവം എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര വരുത്തുമല്ലോ. ആൻഡ് ആ അർജ് പിന്നീട് അതിൻ്റെ എൻഗേജ്മെൻറ്റായി മാറുകയും അതിന് ഇവൻച്വലി കൺവേർഷനായി മാറുകയും ചെയ്യുന്നു. നമ്പർ 4, പേഴ്സണലൈസേഷൻ ആൻഡ് സെൽഫ് റെലവൻസ്. പലപ്പോഴും നിങ്ങളുടെ ഇൻട്രസ്റ്റും പാസ്റ്റ് ബിഹേവിയറും അനുസരിച്ചുള്ള കോണ്ടന്റുകളായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമെങ്കിൽ ആ കോണ്ടന്റുമായി എൻഗേജ്ഡ് ആവാനും ആ ബ്രാൻഡുമായി ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുമുള്ള ഒരു ഇനേറ്റ് ഡിസയർ നിങ്ങൾക്ക് ഉണ്ടാവുന്നു. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആഡ്സും പ്രോഡക്റ്റ് റെക്കമെൻഡേഷനും ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ്. 5th one, ഇമോഷണൽ റെസൊണൻസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. നമുക്കൊരു കാര്യത്തെ കാര്യമായി കേൾക്കുന്നതിനേക്കാളും ഇഷ്ടം ഒരു കഥയായിട്ട് കേൾക്കാനായിരിക്കും അല്ലേ? കൂടുതൽ അങ്ങനെയാണ്. ഇത് നമ്മുടെ ബ്രെയിൻ, ഇമോഷൻ ആൻഡ് എംപതിയുമായി അസോസിയേറ്റഡ് ആയതുകൊണ്ടാണ്. എപ്പോഴും ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഡയറക്റ്റ് പിച്ചിങ്ങിനേക്കാളും ഒരു മാർക്കറ്റിങ്ങിന് സ്റ്റോറി ടെല്ലിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വലിയ വലിയ ബ്രാൻഡുകളെല്ലാം അവരുടെ നറേറ്റീവ്സിനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റോറി ടെല്ലിങ്ങിന് ആളുകളുടെ ഇമോഷൻസിനെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻഡ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വൈനെ ഒരു രസകരമായ സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നമ്പർ 6, ലോസ് അവേർഷൻ ആൻഡ് സ്കേഴ്സിറ്റി. ആളുകൾ എപ്പോഴും ലൈഫിൽ നമുക്കൊരു കാര്യം മിസ് ഔട്ടായി പോകുമോ അല്ലെങ്കിൽ നമുക്കത് കിട്ടാതെ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആണ്. ഇതൊരു സൈക്കോളജിക്കൽ ബയാസാണ്. ആൻഡ് ഈ ബയാസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്ന ലിമിറ്റഡ് ടൈം ഓഫേഴ്സ്, എക്സ്ക്ലൂസീവ് ഡീൽസ് പോലുള്ള ആഡുകൾ. നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടാതെ പോകുമോ എന്നുള്ള ഫിയർ ഈ പറഞ്ഞ ആഡുകളോട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു സോഷ്യൽ ക്രീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളുടെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെയും ഇൻഫ്ലുവൻസ് നമ്മളിൽ വലിയ തോതിൽ കാണുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ ഇക്വാലൻ്റ് ആയിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഫോളോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് നമ്മുടെ പിയർ ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും ആ പ്രോഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് ട്രെൻഡിൻ്റെ ഭാഗമാണോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ളൊരു പോയിന്റിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, ഷെയർസിലെല്ലാം ഈ ഒരു ഡൈനാമിക്സ് കാണാവുന്നതാണ്. ആൻഡ് എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതൊരു സോഷ്യൽ നോമാണെന്നും ആൻഡ് നമ്മളത് പർച്ചേസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യലി എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുമെന്നുള്ള ചിന്ത കൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്പർ 7, ഹാബിറ്റ് ഫോർമേഷൻ ആൻഡ് കണ്ടിന്യൂസ് യൂസേജ്. നമ്മളിപ്പോൾ പ്രധാനമായും ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചുകളിൽ ഒന്നാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് നമ്മൾ കണ്ടിന്യൂസ്ലി എൻഗേജ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ ഫീച്ചേഴ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന പല ഡിവൈസസിലേക്ക് വരുന്ന നമ്മളെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് സോഷ്യൽ മീഡിയയെ നമ്മളെ ഡെയിലി റുട്ടീനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻഡ്ലെസ് സ്ക്രോളിംഗ് ഉണ്ടല്ലോ, അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു ഡോപ്പമൈൻ റിവാർഡ് തരുന്നു. ആൻഡ് നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും നമുക്കിതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയും നമ്മൾ അഡിക്റ്റഡ് ആയി പോവുകയും ചെയ്യുന്നു. ഈ ഒരു ഹാബിറ്റ് ലൂപ്പ് മാർക്കറ്റേഴ്സ് സ്ട്രാറ്റജിക്കലി അലൈൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അവരുടെ ബ്രാൻഡുമായി കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ്ലി ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷൻ വെച്ചിട്ടാണ്. ആൻഡ് ഇവിടെയുള്ളൊരു മെയിൻ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒതൻറ്റിസിറ്റിയും റെലവൻസും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഓവർ സാച്ചുറേറ്റഡും പിന്നെ സ്പാം ലൈക്ക് ബിഹേവിയറും എല്ലാം നിങ്ങളുടെ ട്രസ്റ്റ് പോക്കാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 8, അതോറിറ്റി ആൻഡ് എക്സ്പെർട്ട് എൻഡോഴ്സ്മെൻറ്റ്. ആളുകൾ ഒരു കാര്യത്തെ ട്രസ്റ്റ് ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ ബേസിലായിരിക്കും? ആ സോഴ്സ് എത്രത്തോളം ഒതൻറ്റിക് ആണ്, റെപ്യൂട്ടഡ് ആണ്, റെക്കഗ്നൈസ്ഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഫോളോവർ കൗണ്ട്, പിന്നെ വെരിഫൈഡ് ബാഡ്ജ്, പ്രൊഫഷണൽ ക്രെഡൻഷ്യൽസ്, ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് ഒരു സെലിബ്രിറ്റികളായിട്ടോ അല്ലെങ്കിൽ വെൽ നോൺ ബ്രാൻഡുകളായിട്ടോ കൊളാബറേഷൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊളാബ് അടിക്കാൻ പോകുന്ന ആ ഒരു ഒതൻറ്റിക് ഫിഗർ ഉണ്ടല്ലോ, അവരുടെ റെപ്യൂട്ടേഷനും നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂസും തമ്മിൽ മിസ്മാച്ച് അടിക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് നിങ്ങളുടെ മേളിലുള്ള ട്രസ്റ്റ് പോയി പോകും. കേവലം ഒരു അഡ്വർടൈസിംഗ് ചാനൽ എന്നതിനപ്പുറത്തേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലാൻഡ്സ്കേപ്പിൽ സോഷ്യൽ മീഡിയയുടെ റോള് കസ്റ്റമർ ഐഡൻറ്റിറ്റി, ബ്രാൻഡ് കമ്മ്യൂണിറ്റി, ഡിസിഷൻ മേക്കിംഗ് എന്നീ കാര്യങ്ങളെ പുൾ ഓഫ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു ബ്രാൻഡിന് ആളുകളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിലും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പർച്ചേസിങ് ബിഹേവിയർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും.
ബട്ട് തുടർച്ചയായി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ വേൾഡിൽ ഷോർട്ട് ടൈം മാനിപ്പുലേഷൻ എന്നതിലുപരി കസ്റ്റമർ ഓട്ടോണമിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരുമായി ഒരു ജെന്യുവൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ആ ബ്രാൻഡിന് എല്ലാ കാലത്തും നിലനിൽപ്പുണ്ടാവുള്ളൂ. ആൻഡ് ഇതേപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഹാക്കാസ് അഡ്വാൻസ്ഡ് AI ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, വി വിൽ ഷെയർ ഇറ്റ്. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. Until next time, bye.